ഒരു ഫേവറേറ്റ് ക്യൂസിൻ ദിയയുടെ എന്താണ്? ഫേവറേറ്റ് ഫുഡ് ഇല്ല. എനിക്ക് ഇങ്ങനെ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിലത് നിൽക്കും. അതെ, അങ്ങനെയുള്ള കുറേ ഫുഡുകളുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മ ഭയങ്കര നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അത് കോഴിക്കോട് നാടൻ ടൈപ്പ് ഓഫ് ഫുഡുകളൊക്കെയാണ്. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ദിവ്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവള് നന്നായിട്ട് ഇങ്ങനെ അറേബ്യൻ ഫുഡ്സ്, അവിടെ ദുബായിലാണല്ലോ അവള്, അപ്പൊ അങ്ങനെയുള്ള കുറെ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാൽക്കപ്പ, അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്ര ഇയേഴ്സിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് കഴിക്കുന്നത്. ഒരു വൺ ടൈം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കഴിച്ചപ്പോൾ ആ ടേസ്റ്റ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? കോഴിക്കോടുകാരിയാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ബിരിയാണി. അത് ഫസ്റ്റ്, അത് ബിരിയാണി. അത് കഴിഞ്ഞാൽ വീട്ടില്, പക്ഷെ വീട്ടില് ബിരിയാണി എന്റെ ഫാമിലിയിൽ ഈ കണ്ണുവെച്ച പത്തിരിയൊക്കെ, കണ്ണുവെച്ച പത്തിരിയാണ്. അതൊക്കെ പത്തിരി, പലതരം പത്തിരിക്കാണെങ്കിൽ ഒരു 100 കണക്കിന് പേരുണ്ട്. ടയർ പത്തിരി മുതൽ അതൊക്കെ അറിയാലോ, പത്തൽ പത്തിരികൾ, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ വേറെ വേറെ പേരുകളാണ്. അങ്ങനെയുള്ള കുറെ. പിന്നെ നമുക്ക് കല്യാണമൊക്കെ ആവുമ്പോ ആ ഭാഗത്തെല്ലാം രാവിലെ ഒരുവിധം ഒരു ഫുഡല്ല, അങ്ങനെ കണ്ണുവെച്ച് പത്തിരി, ചിക്കൻ, പിന്നെ മുട്ടമല, മുട്ട, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കും. ബട്ടറിൽ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് പാലിട്ട് ഇതിനെ കുറുക്കിയെടുക്കും. ദെൻ ലാസ്റ്റ് നമ്മൾ ടെമ്പർ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ചെറിയ ഉള്ളി, വത്തൽമുളക്, കറിവേപ്പില, കടുക്. ദാറ്റ്സ് ഇറ്റ്. അത്രയും ഈസിയാണ്. ബട്ടറിനകത്ത് ഇതിനെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വയറ്റി. അപ്പോൾ ആ ഒരു ചെറുപ്പം മുതലേ ഇഷ്ടമാണോ കുക്കിംഗ്? ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കുക്കിംഗ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലുള്ളൊരു ഇഷ്ടമായിരുന്നു. പിന്നീട് അതൊരു കണ്ടുപിടിച്ച് വരുമ്പം കുക്കിങ്ങിനോട് അത്ര പാഷൻ ആയതുകൊണ്ടല്ലേ ആ ഒരു. തീർച്ചയായിട്ടും അതൊരു പാഷൻ. പിന്നീട് നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ താല്പര്യം ആദ്യത്തെ അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അതിനകത്ത് സ്കില്ലുണ്ടോ തിരിച്ചറിഞ്ഞു. പിന്നീട് അതിനെ എങ്ങനെ നമ്മുടെ ഒരു പ്രൊഫഷനാക്കി മാറ്റി. അതിപ്പോൾ ഓൾമോസ്റ്റ് വീണ്ടും അതൊരു കുഴമ്പ് പരുവത്തിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു ടെക്സ്ചറിലെത്തി. തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ്. ആ ബട്ടറിൽ ഇത് കുക്കാവും. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഇതിൻ്റെ ഒരു തടുക്ക, ലേശം ബ്ലാക്ക് പെപ്പർ ജസ്റ്റ് ആ തേങ്ങാപ്പാലിനകത്ത്. വേറെ അധികം ഫ്ലേവർ ഒന്നുമില്ല. ആ പാലും ആ ബട്ടറും അതുപോലെ കപ്പയും കൂടെ ചേർന്നൊരു സംഭവമാണ് ഇതിന്റെ ഒരു മെയിൻ ടേസ്റ്റ്. ഇതിലേക്ക് തന്നെയാണോ നമ്മള് ചിക്കൻ? അല്ല, അത് എങ്ങനെ വേണേലും ചെയ്യാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ഇതൊരു ചോറിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇത് എണ്ണ ചൂടായി, നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ ദിയ ഇതേപോലെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് അത് ബ്രേക്ക്, അല്ലെങ്കിൽ അങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇത് എത്ര നാളായിട്ട് കൃത്യമായിട്ട് അത് പാലിക്കും? അതിന്റെ ഒരു വിൽ പവർ, അല്ലെങ്കിൽ ഈ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചീറ്റ് ഡേ ആണോ അതോ ഒരാഴ്ച ചീറ്റ് ഡേ ആയിട്ടോ, അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആക്ച്വലി എന്താ വെച്ചാൽ നല്ല ഡയറ്റിലായിരുന്നു കുറച്ച്. പക്ഷേ ഈ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ കുറച്ച്, അവരാണ് വഴി തെറ്റിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനും ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. വെച്ചാൽ കുറച്ചാണെങ്കിലും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാന്നാണല്ലോ നമുക്ക് എപ്പോഴും. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ആളാണ്. അതാണ് ഇപ്പം ഇന്നലെ രാത്രി ആക്ച്വലി ഒരു സംഭവം ഉണ്ടായി. ഞാൻ വീട്ടിലിരുന്ന് ഞങ്ങളൊരു സിനിമ കാണാം. അപ്പൊ ഞാൻ ബ്രഷൊക്കെ ചെയ്തു, നല്ലൊരു ഗ്രീൻ ടീ ഒക്കെ കഴിച്ചു. ഇനി അങ്ങോട്ട് നാളെ മുതൽ ഫുൾ ഡയറ്റ് എന്നുള്ള പ്ലാനുകളാകുമ്പോ എൻ്റെ ഒരു കൂട്ടുകാരി ദിവ്യ, അവള് ചുമ്മാ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് സജസ്റ്റ് ചെയ്തു KFC. ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അത് ശരിയാവില്ല, നമ്മള് ഡയറ്റ് അല്ലേ. അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കട്ട് ചെയ്തു. പക്ഷെ ചിക്കൻ എത്തിയപ്പം അറിയാതെ ചിക്കൻ എന്നെ വിളിച്ചു, വായോ. അവ പിന്നെ കഴിക്കാതെ നിവർത്തിയില്ല. അതാണ് ഡയറ്റിന്റെ ചില സമയത്ത് ഇങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനെ കൊണ്ട് ചില ഹോട്ടൽസിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല നല്ല ഷെഫുകൾ ഉണ്ടാവല്ലോ. നിങ്ങളെപ്പോലെ ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ കഴിച്ചു പോവും. അതാണ് പ്രശ്നം. സോ ഇതൊരു വെസ്റ്റേൺ കേരള ഫ്യൂഷൻ ഡിഷാണ്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇത് കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു. ഇതിങ്ങനെ ഈ രീതിയിൽ ഇതിങ്ങനെ വരും. ഏത് രീതി വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികൾ വെച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇത് ടേസ്റ്റ് ചെയ്യൂ. താങ്ക് യു. കഴിച്ചോട്ടെ, ഉണ്ടാവും.